ഏവർക്കും നമസ്കാരം. ഇതോടൊപ്പമുള്ള വീഡിയോ ദയവായി മനസ്സിരുത്തി ഒന്ന് കാണണമേ. പ്രത്യേകിച്ച് മാതാപിതാക്കൾ ഈ വീഡിയോ ഉറപ്പായും കാണണം. മനോരമ ന്യൂസ് ചാനൽ 2026 ജൂലൈ മാസം 4-ാം തീയതി സംപ്രേഷണം ചെയ്ത ഒരു വാർത്തയാണിത്. അങ്ങ് ദൂരെ നിന്നൊന്നുമല്ല ഈ വാർത്ത. കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ഒരു സംഭവമാണ്. വാർത്ത കേട്ട് കഴിയുമ്പോൾ മനസ്സിൽ വേദന തോന്നിയാൽ സദയം ക്ഷമിക്കുക. സഹപാഠികൾ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ സഹപാഠികൾ ചേർന്ന് പീഡിപ്പിച്ചുവെന്ന് സ്കൂളിലെ കൗൺസിലിംഗിൽ കുട്ടി വെളിപ്പെടുത്തി. ഒരു പെൺകുട്ടി ഉൾപ്പെടെ 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. സ്കൂളിന് പുറത്തുനിന്നുള്ളവരെ പീഡിപ്പിച്ചുവെന്ന് പെൺകുട്ടി വെളിപ്പെടുത്തിയിട്ടുണ്ട്. വിശദാംശങ്ങൾ വിനു മോഹനൻ നൽകും. വിനു, ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. 13-കാരിയെ സഹപാഠികൾ പീഡിപ്പിച്ചു എന്നുള്ളത്. എന്താണ് സംഭവം വിനു? ഏറ്റവും അറിഞ്ഞപ്പോൾ മുതൽ പോലീസ് അടക്കം വലിയ ഞെട്ടലാണ്. 9ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കൊക്കെ ഇത്തരത്തിൽ ചിന്തിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ഭയപ്പാട് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണിത്. പത്തനംതിട്ടയിലെ ഒരു പ്രധാനപ്പെട്ട സ്കൂളിലെ വിദ്യാർത്ഥിയാണ്, 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. സഹപാഠികളായ 4 ആൺകുട്ടികൾ ചേർന്ന് പീഡിപ്പിച്ചു എന്നുള്ളതാണ് കേസ്. ഒരു പെൺകുട്ടി കൂടി ഈ കൂട്ടത്തിലുണ്ട്, പ്രതിയായിട്ടുണ്ട്. ഈ പെൺകുട്ടി കൂടി ഇതിന് ഒത്താശ ചെയ്തു കൊടുത്തു. മാത്രമല്ല, ഈ സ്കൂളിന് അടുത്ത് വെച്ച് പീഡിപ്പിച്ചു. അതിനുശേഷം ഈ പ്രതിയായ പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ച് കൂടി പീഡിപ്പിച്ചു എന്നുള്ളതാണ് പറയുന്നത്. സ്കൂളിൽ നിന്നുള്ള 4 വിദ്യാർത്ഥികൾ, ഒപ്പം തന്നെ ഈ പെൺകുട്ടി സഹപാഠിയായ പെൺകുട്ടിയും പ്രതികളാണ്. പുറത്തു നിന്നുള്ള ചിലർ കൂടി പീഡിപ്പിച്ചു എന്നുള്ളതാണ് പെൺകുട്ടി പറയുന്നത്. അവരെ കണ്ടാൽ അറിയാം എന്നുള്ളതാണ് പറഞ്ഞത്. അത് പ്രകാരം പോലീസ് വിശദമായ പരിശോധന നടത്തുന്നുണ്ട്. ആരാണ് പുറത്തുനിന്ന് ഇക്കാര്യത്തിൽ ഉൾപ്പെട്ടത് എന്നുള്ളത് പോക്സോ കേസാണ്. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായും രഹസ്യമായുമാണ് പോലീസ് ഇക്കാര്യത്തിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുറത്തുനിന്നുള്ളവർ ആരാണ്, ഏത് സാഹചര്യത്തിലാണ് ഇവരിലേക്ക് വന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് പോലീസ് പരിശോധിക്കുന്നത്. എന്തായാലും വല്ലാത്തൊരു ഞെട്ടലാണ് സ്കൂളിലെ കൗൺസിലിംഗിൽ ഈ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവി അടക്കം സമഗ്രമായി കേസ് പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ പുറത്തുനിന്നുള്ള പ്രതികൾ ആരാണ് എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ്. ഇപ്പോൾ കൃത്യമായി പരിശോധന നടത്തുന്നുണ്ട്. പെൺകുട്ടിയുടെ കൂടുതൽ മൊഴിയെടുക്കുന്നുണ്ട്, അത് വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഏത് സാഹചര്യത്തിൽ ഇത്തരം ഒരു കേസ് ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ചൊക്കെ തന്നെ പരിശോധിച്ച് ഒരു അന്തിമ റിപ്പോർട്ട് നൽകാൻ വേണ്ടിയാണ് പോലീസ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി വിനു, ഞെട്ടിപ്പിക്കുന്ന വാർത്ത തന്നെയാണ്. 13-കാരിയാണ് സഹപാഠികൾ ഉൾപ്പെടെ പീഡിപ്പിച്ചു എന്ന് സ്കൂളിലെ കൗൺസിലിംഗിൽ തുറന്നു പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, പുറത്തുനിന്നുള്ള ആളുകൾ പീഡിപ്പിച്ചു എന്നുള്ളതാണ് കുട്ടിയുടെ മൊഴി. പോലീസ് വളരെ വിപുലമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതിനിടെ ഇരയായി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മൊഴി വാസ്തവ വിരുദ്ധമാണെന്നും പൂർണ്ണമായി വിശ്വസിക്കാനാകുന്നില്ലെന്നും പോലീസ് പറയുന്നുണ്ട്. കാര്യമെന്തായാലും സംഭവം ഗൗരവതരമായി തന്നെ നാം പരിഗണിക്കണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നമ്മുടെ നാടിൻ്റെ ഈ പോക്ക് എങ്ങോട്ടാണ് എന്ന ചോദ്യം പലരും പലപ്പോഴായി ചോദിക്കുന്നുണ്ട്. ന്യൂജൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വേർതിരിച്ചു നിർത്തുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. സഹപാഠികളാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രധാനികൾ. കുറ്റക്കാരായി കാണപ്പെട്ട 5 പേരിൽ ഒരാൾ ഒരു പെൺകുട്ടിയാണ്. സൗഹൃദം എത്രത്തോളം മോശകരമായ രീതിയിലേക്ക് ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വാർത്ത. നമ്മുടെ കലാലയങ്ങളിൽ, സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള ചില കുസൃതികൾ, ഇതിനെ കുസൃതി എന്ന് പറയാൻ പറ്റില്ല, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതിനൊക്കെ തടയിടാനായി അധ്യാപകർ ശ്രമിക്കുമ്പോൾ ആ അധ്യാപകരെ കുറ്റപ്പെടുത്തുകയും ആ അധ്യാപകരെ മോശക്കാരായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന പ്രവണത ചില മാതാപിതാക്കളിലെങ്കിലും ചില രക്ഷിതാക്കളിലെങ്കിലും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മളുടെ മക്കളുടെ ഈ സഞ്ചാരപഥം അത് നാം പലപ്പോഴെങ്കിലും ഒന്ന് നിരീക്ഷിക്കാറുണ്ടോ? നമ്മൾ ഏതെങ്കിലും കുട്ടികളെ ഒരു തെറ്റ് കണ്ടതിൻ്റെ പേരിൽ ഒരു തെറ്റ് ചൂണ്ടിക്കാട്ടിയാൽ അവർ ആദ്യം നമ്മൾക്കെതിരെ വാളെടുക്കും. അതിനുശേഷം മാതാപിതാക്കൾ വാളെടുക്കും. പലപ്പോഴും അധ്യാപകർ നിശബ്ദരാകുന്നു. അധ്യാപകർ തങ്ങളുടെ വായ് മൂടിക്കെട്ടുന്ന സാഹചര്യം.
പത്തനംതിട്ടയിലെ പോലുള്ള സംഭവങ്ങൾ ഇന്ന് അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമ്മുടെ ചുറ്റുവട്ടത്ത്, നമ്മുടെ വെളിപ്പാടകലെ, ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ സംഭവിക്കില്ല എന്ന് നെഞ്ചിൽ കൈവച്ച് പറയാൻ കഴിയുമോ? ഇല്ല എന്നുള്ളതാ യാഥാർത്ഥ്യം. ന്യൂജൻ എന്ന പേരിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ അങ്ങനെ അഴിച്ചു വിടരുത് എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഒരുപക്ഷെ ഇതിൻ്റെ പേരിൽ ഞാൻ ആക്രമണം നേരിട്ടേക്കാം. പക്ഷെ യാഥാർത്ഥ്യം അതാ. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ നാടിൻ്റെ സംസ്കാരവും സഭ്യതയും മനസ്സിലാകുന്ന രീതിയിൽ വളരുവാൻ പ്രേരിപ്പിക്കുന്ന, അതിന് പ്രചോദനമാകുന്ന അന്തരീക്ഷം നമ്മുടെ വീടുകളിൽ, നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകണമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ മക്കളെ നശിപ്പിക്കുവാൻ, അവരെ കൊത്തിയെടുക്കുവാൻ കഴുകൻ കണ്ണുകളുമായി ചില വ്യക്തിത്വങ്ങൾ ഇവിടെയൊക്കെ ചുറ്റിയടിക്കുന്നുണ്ട്. ഒരുപക്ഷെ അത് നമ്മുടെ അടുത്തൊരു സുഹൃത്താകാം, അല്ലെങ്കിൽ നമുക്ക് പരിചിതമില്ലാത്ത ആളാകാം. അക്കാര്യം തിരിച്ചറിയാൻ നാം വൈകിയാൽ സംഭവങ്ങൾ പലതും ആവർത്തിക്കും. അന്ന് വിഷമിച്ചിട്ട് കാര്യമില്ല. ഈ പറഞ്ഞ എന്നെയോ ഈ വാർത്ത സംപ്രേഷണം ചെയ്തവരെയോ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ മക്കളുടെ സഞ്ചാര വഴികൾ, നമ്മുടെ മക്കളുടെ സുഹൃത്തുക്കൾ, അവരെയൊക്കെ നാം അറിഞ്ഞിരിക്കണം. സാധാരണയായി ഞാൻ പറയാറുണ്ട്, നമ്മുടെ മക്കൾ പഠിക്കുന്ന വിദ്യാലയത്തിൽ മാസത്തിൽ ഒരു തവണയെങ്കിലും എത്തണം. മക്കളെ പഠിപ്പിക്കുന്ന അധ്യാപകരെയും സ്കൂളിലെ പ്രഥമാധ്യാപകരെയൊക്കെ ഒന്ന് കണ്ട് നമ്മുടെ പഠന നിലവാരമൊക്കെ ഉറപ്പാക്കണം. അവരുടെ സുഹൃത്തുക്കൾ ഏത് തരത്തിലുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കണം. തീർച്ചയായിട്ടും അപ്രകാരം ചെയ്തേ പറ്റുകയുള്ളൂ. കാലം മാറി എന്ന് നാം തിരിച്ചറിയുക. കുഞ്ഞുങ്ങളെ അവരുടെ ഇഷ്ടത്തിന് നാം കയറൂരി വിടരുത് എന്ന് ഞാൻ പറയും. കയറൂരി വിടുന്നതിൽ അർത്ഥമില്ല, മറിച്ച് അവരെ നമ്മുടെ നിയന്ത്രണത്തിൽ തന്നെ നിർത്തുവാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അല്ല എങ്കിൽ കുഴപ്പങ്ങളുണ്ടാകും. കുഴപ്പങ്ങളുണ്ടായിട്ട് വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. പ്രിയപ്പെട്ട മാതാപിതാക്കൾ, കുഞ്ഞുങ്ങളുമായും അധ്യാപകരുമായും നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കുവാൻ തയ്യാറാകണം. മക്കൾക്ക് എന്തും നമ്മളോട് തുറന്നു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകണം. അങ്ങനെ ഒരു അടുപ്പമുണ്ടാകണം. നമ്മുടെ കുട്ടികളുടെ അധ്യാപകരുമായി നല്ല അടുപ്പം നമ്മൾ കാത്തു സൂക്ഷിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ കൃത്യമായി അറിയുവാൻ അധ്യാപകർ നമ്മുടെ മക്കളെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞാൽ നമ്മളതിനെ പോസിറ്റീവായിട്ട് ഉൾക്കൊള്ളണം. ഉടനെ ആ അധ്യാപകൻ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി, അല്ലെങ്കിൽ അതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നൊന്നും മനസ്സിലാക്കുന്നതിന് മുൻപ് അധ്യാപകനെതിരെ വാളോങ്ങുന്ന രീതി ഉപേക്ഷിക്കണം. ആ അധ്യാപകൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ശരിയുണ്ടോ എന്ന് രഹസ്യമായിട്ട് അന്വേഷിക്കാമല്ലോ. എപ്പോഴും നമ്മുടെ ഒരു നിരീക്ഷണം നമ്മുടെ മക്കളിൽ ഉണ്ടാകണം. ഇല്ല എങ്കിൽ നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോയേക്കാം. നന്ദി, നമസ്കാരം. ഞാൻ